പോപ്സ് എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 24-ാം തീയതി പീരുമേട് MLA വാഴൂർ സോമന്റെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് INTUC കോൺഗ്രസ് നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃഷ്ണമാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ, അല്ലി നഗരം, തേനി. ഫോർ അഡ്മിഷൻസ് 9894584876. പീരുമേട് തോട്ടം മേഖലയിൽ ജോലി ചെയ്തു വരുന്ന ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾക്ക് 4 മാസമായി ശമ്പളം നൽകാതെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തൊഴിലാളി ദ്രോഹ നയം സ്വീകരിച്ചു വരികയാണ്. എന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കൊളുന്ത്, മരം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ നിന്നും അനധികൃതമായി കടത്തുന്നുമുണ്ട്. എസ്റ്റേറ്റ് മാനേജ്മെന്റിന് മാത്രം ആണ് ഇതിന് ലാഭം ലഭിക്കുന്നത്. തൊഴിലാളികൾ ഇപ്പോഴും പട്ടിണിയിലും ദുരിതത്തിലുമാണ്. സർക്കാരിന്റെ പക്കൽ ആവശ്യപ്പെട്ട് ലേബർ ഡിപ്പാർട്ട്മെന്റ് വഴി ചർച്ചകൾ നടത്തി തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ശമ്പളം വാങ്ങി നൽകാൻ മുന്നിട്ടിറങ്ങേണ്ട പീരുമേട് MLA വാഴൂർ സോമൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു വരികയാണ്. ഇതിനെതിരെയാണ് INTUC കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പീരുമേട് MLA വാഴൂർ സോമന്റെ വണ്ടിപ്പെരിയാറിലെ വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത് എന്നും 24-ാം തീയതി വണ്ടിപ്പെരിയാറിലെ മുഴുവൻ എസ്റ്റേറ്റ് തൊഴിലാളികളെയും ഉൾപ്പെടുത്തി വലിയ പ്രക്ഷോഭ പരിപാടികൾക്കാണ് INTUC നേതൃത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും കോൺഗ്രസ് വണ്ടിപ്പെരിയാർ ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ HRP യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് എന്നിവർ പറഞ്ഞു. ചെയ്തില്ല. ഇക്കാര്യത്തിൽ MLA വളരെയധികം വീഴ്ചയാണ് വരുത്തിയെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. ഈ വാഴൂർ സോമൻ MLAയുടെ ഇക്കാര്യത്തിലുള്ള നിഷ്ക്രിയത്വത്തിന് എതിരായിട്ട് ഞങ്ങൾ അതിശക്തമായ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ മാസം 24-ാം തീയതി, ഏപ്രിൽ മാസം 24-ാം തീയതി രാവിലെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് MLA ചെയ്യേണ്ട ഭരണപരമായിട്ടുള്ള ബാധ്യതകൾ നടപ്പാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഹൈ ലെവൽ കോൺഫറൻസ് സർക്കാരിനെ ഇടപെടിച്ചുകൊണ്ട് നടത്തുകയും ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നും ശമ്പളമടക്കമുള്ള വേതനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പീരുമേട് താലൂക്കിലെ 7 തോട്ടങ്ങളിലായി ഏകദേശം 3000 തോട്ടം തൊഴിലാളികൾ ഇന്ന് ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് പട്ടിണിയിലാണ്. ഈ 3000 തൊഴിലാളികളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പീരുമേടിൻ്റെ MLA യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. നമ്മുടെ ഗവൺമെൻറ്റും തൊഴിൽ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഫലപ്രദമായ ഇടപെടൽ നടത്താത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലാളികളെ പറ്റിക്കുന്ന ഒരു നിലപാട് പോപ്സ് മാനേജ്മെൻറ്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തോട്ടങ്ങളിലെല്ലാം കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. തടി കോൺട്രാക്റ്റ് വെട്ടുന്നു, മുഴുവൻ ആക്രി സാധനങ്ങളും പെറുകി വിൽക്കുന്നു. അതോടൊപ്പം കൊളുന്ത് നുള്ളുന്നതും കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് കമ്പനി പൈസ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം 2 ലക്ഷം രൂപയോളം കോൺട്രാക്റ്റ് കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് ചെലവ് കാശ് കൊടുക്കാതെ, ശമ്പളം കൊടുക്കാതെ തോട്ടം തൊഴിലാളികൾ കുടുംബങ്ങളെ പട്ടിണിയിലാക്കുന്ന സമീപനം മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ആ സമീപനത്തിനെതിരായി ഒരു ചെറുവിരൽ അനക്കാൻ പീരുമേടിൻ്റെ MLAക്ക് സാധിക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് MLAയുടെ വസതിയിലേക്ക് INTUC തൊഴിലാളികൾ പട്ടിണി മാർച്ചുമായി MLAയുടെ വീടിന് മുന്നിലേക്ക് വരുന്നത്. തുടർ സമര പരിപാടികൾക്ക് ഉൾപ്പെടെ തൊഴിലാളികളെ അണിനിരത്തി പണി മുടക്കിക്കൊണ്ട് സമരം നടത്താൻ INTUC തീരുമാനിച്ചിട്ടുള്ളതായും വണ്ടിപ്പെരിയാർ UDF ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ PR അയ്യപ്പൻ, PK രാജൻ, KA സിദ്ദിഖ്, M ഉദയസൂര്യൻ, രാജൻ കൊഴുമാക്കൽ, S ഗണേശൻ തുടങ്ങിയ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.